ഹലോ ഫ്രണ്ട്സ്, അക്കച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഹോം മെയ്ഡ് ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് കാണാം. ബിസ്ക്കറ്റിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് ഈ 125 ml അളവ് കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ബിസ്ക്കറ്റിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. ഞാനിന്ന് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരം കുറച്ചുള്ള ബിസ്ക്കറ്റാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി അതേ അളവ് കപ്പിൻ്റെ 1/4 കപ്പ് ഉണ്ട്. അതിൽ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് മാത്രമേ ചേർക്കുന്നുള്ളൂ. പഞ്ചസാര നന്നായിട്ട് മധുരം ആവശ്യമുള്ളവർ ഇതിലൊരു 1/2 കപ്പ് തൊട്ട് 3/4 കപ്പ് വരെ, ഇത് 1/4 കപ്പ്, അതായത് 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഈ കപ്പ്, ഇതിൽ 1/2 കപ്പ് തൊട്ട് 3/4 കപ്പ് വരെ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല മധുരം വേണ്ടവർക്ക്. മധുരം ഇല്ലാതെയും ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് മധുരം ഉള്ളതും ഇല്ലാത്തതുമായ ബിസ്ക്കറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം പഞ്ചസാര അത്രയേ ചേർക്കുന്നുള്ളൂ, ചെറിയൊരു മധുരത്തിന് വേണ്ടി. പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഈ നട്ട്സ് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ കുഴയ്ക്കുന്നത് പാൽ വെച്ച് ചേർത്താണ് ഈ മാവ് കുഴച്ച് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മാവ് മിക്സ് ചെയ്യാം. ആദ്യം ഈ ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ഷുഗർ പൗഡർ ചേർത്തങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഈ മിക്സിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഗോതമ്പ് മാവ് ഒന്ന് അരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഇത് ആൽമണ്ടാണ് നട്ട്സ് എടുത്തിരിക്കുന്നത്. ഇതൊരു 1/4 കപ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആൽമണ്ട് ഇതേപോലെ പൊടിച്ച് ചേർക്കണം. ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റിന് വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കും. മധുരം കുറവായിരുന്നല്ലോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഗോതമ്പിന് മാവിന് ടേസ്റ്റ് വരണം. അതിനുവേണ്ടി അല്പം ഒരു 1/2 ടീസ്പൂണ് ഉപ്പുപൊടി അങ്ങ് തുള്ളി കൊടുക്കും. ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് അങ്ങ് മിക്സ് ചെയ്യണം. തിരുമ്മി ചേർക്കണം എല്ലാം കൂടെ. മൈദ ഉപയോഗിച്ചും ഇതുപോലെ തന്നെ നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ നന്നായിട്ട് തിരുമ്മി നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, നമ്മൾ ഗോതമ്പ് അളന്ന കപ്പിൽ 1/2 കപ്പ് പാൽ ഉപയോഗിച്ചാണ് ഇതിന് കുഴച്ചെടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ നട്ട്സ് പൊടിച്ച് ചേർക്കുമ്പം നമ്മുടെ കൈവശം ഏത് നട്ട്സാണുള്ളതെങ്കിൽ അത് പൊടിച്ച് ചേർത്താൽ മതി. കാഷ്യൂനട്ടോ കപ്പലണ്ടിയോ എന്ത് വേണം ഇതിനകത്ത് പൊടിച്ച് ചേർക്കാൻ പറ്റും. ഇനി നമുക്ക് പാൽ ഉപയോഗിച്ച് ഇത് കുഴച്ചെടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. നോക്കി നോക്കി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. 1/2 കപ്പ് പാൽ ഒഴിച്ചപ്പം മാവ് ഇതേപോലെ ആയതേ ഉള്ളൂ. ഞാനൊരു ഇത്ര ആയതേ ഉള്ളൂ. ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്തിനി കുഴച്ചെടുക്കും. അപ്പം മൊത്തം 3/4 കപ്പ് പാൽ ചേർത്ത് കുഴയ്ക്കണം. ഇതേപോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് ഒന്നുകൂടെ കുഴയ്ക്കും. മാവൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഇത്രയും മതി. ഇത്രയും ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് എല്ലായിടത്തും തേച്ചിട്ട് ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്യുക. ഇതേപോലെ ഈ ഡോയ് നന്നായിട്ട് തേച്ച് കുഴച്ച് ചപ്പാത്തിയുടെ പരുവത്തിൽ ഇതേപോലെ ആക്കിയെടുക്കണം. ഈ ഡോയിന് ഇത് രണ്ടായിട്ട് ഇങ്ങനെ ഇങ്ങ് മുറിച്ചെടുക്കണം. ഇത് ബട്ടർ പേപ്പറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനൊരു പേപ്പർ ഇടുക. ഇതിലേക്ക് നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ട് കഴിയുന്നതും പരത്തുക. ഇതുണ്ടോ, ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒത്തിരി കനം കൂടരുത്, കനം കുറഞ്ഞും പോകരുത്. ഇതേപോലെ കൈ കൊണ്ടങ്ങ് പരത്തുക. ഇനി ചെയ്യുന്നത്, ഈ ചപ്പാത്തി കോലിലേക്ക് ഇങ്ങനെ അല്പം ഒരു ഓയിൽ അങ്ങ് തടവി കൊടുക്കണം. ഇതിന് ഷേപ്പ് വരുത്താനാണ് ഇത്. ഇങ്ങനെ ഒന്ന് ഉരുട്ടി അങ്ങ് കൊടുക്കുക. കനം കണക്കിന് നോക്കിയെടുക്കണം.
ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഇത് ചപ്പാത്തി പലകയിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഈ സൈഡുകളെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തങ്ങ് എടുക്കുക. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിൽ ഫിനിഷിങ്ങിന് വേണ്ടി ഇങ്ങനെ അങ്ങ് ചെയ്യുന്നു. ഈ ബിസ്ക്കറ്റ് റൗണ്ട് ഷേപ്പിലാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഈ പുട്ടുകുറ്റിയുടെ അടപ്പാണ്. ഇതിൻ്റെ അടിഭാഗം കണ്ടോ, സ്റ്റീലാണ്, നല്ല റൗണ്ടിൽ കിട്ടുകയും ചെയ്യും. ഇതുപോലെ കുപ്പികളിലേക്ക് അടപ്പ് വെച്ചും നമുക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ എടുക്കാൻ പറ്റും. നമ്മുടെ കൈവശം എന്താണുള്ളതെങ്കിൽ റൗണ്ടിന് വേണ്ടി അത് ഉപയോഗിക്കുക. ഇതിപ്പോൾ ഇതേച്ച് ഇതിങ്ങനെ അങ്ങ് മുറുക്കി അങ്ങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ മുറിഞ്ഞ് വരും. അടുത്തതും നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ എല്ലാം റൗണ്ട് ചെയ്തെടുക്കണം. ഈ റൗണ്ടായത് ഇതങ്ങ് എടുത്ത് മാറ്റാം. ഇതിപ്പോൾ എടുക്കണമെങ്കിൽ ഇങ്ങനെ വേണം നമുക്ക് എടുക്കാം. ഇതുണ്ടോ, ഈ മാവ് ഇതിങ്ങനെ ഇങ്ങ് പോരും. ഇതെല്ലാം ഇതിങ്ങനെ ഇങ്ങ് ഇളക്കി എടുത്താൽ മതി. ഇപ്പം ബിസ്ക്കറ്റ് എവിടെയായി. ഈ മാവ് ഇനിയും വീണ്ടും നമുക്കിത് ഇതേപോലെ റോൾ ചെയ്ത് മുമ്പത്തെ പോലെ ഇനി ഉരുട്ടിയെടുത്തിട്ട് വീണ്ടും പരത്തിയെടുക്കണം അടുത്ത ഷേപ്പിന് വേണ്ടി. ഇതിങ്ങനെ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഇപ്പോൾ കണക്കായി കിട്ടും, പരത്താൻ പറ്റും. ഇതുണ്ടോ, ഇതേപോലെ അടുത്ത റോളാക്കണം. ഇനി ഇഷ്ടമുള്ള വേറൊരു ഷേപ്പിലേക്ക് നമുക്കിത് മാറ്റാൻ പറ്റും. ഈ ബിസ്ക്കറ്റിന് നമുക്ക് ഈ അടപ്പ് വെച്ച് തന്നെ ഷേപ്പ് കൊടുക്കാൻ പറ്റും. ഇതേപോലെ ചെയ്താൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അധികം മുറിഞ്ഞു പോകരുത്, ശ്രദ്ധിച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇതുണ്ടോ, ഇതേപോലെ ബിസ്ക്കറ്റിന് ഷേപ്പ് കിട്ടും. ഇത്രയും ചെയ്താൽ മതി. കടയിലെ ബിസ്ക്കറ്റ് പോലെ നമുക്ക് ഷേപ്പിൽ ആക്കിയെടുക്കാൻ പറ്റും. എല്ലാം ഇതേപോലെ ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് വേറൊരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. അടുത്ത ഡിസൈന് വേണ്ടി പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് ഈ കട്ടർ ഉപയോഗിച്ചാണ് ഷേപ്പ് ഉണ്ടാക്കുന്നത്. ഇത് വാങ്ങാൻ കിട്ടും. ഇതുണ്ടോ, ഇതേപോലെ ഓരോന്നും എടുക്കാം. ഇതിന് ഈ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതും ഇങ്ങനെ മുമ്പ് എടുത്തതുപോലെ തന്നെ ഇതിങ്ങനെ ഇങ്ങ് ഇളക്കി മാറ്റിയെടുക്കുക. അടുത്ത ഷേപ്പിലുള്ള ബിസ്ക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള മാവും പരത്തി വെച്ചിട്ടുണ്ട്. അതിനുപയോഗിക്കുന്നത് ഈ കറിപ്പാത്രമാണ്. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, ഇത് നമുക്ക് വരയ്ക്കാത്തുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അതേ ഷേപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത് ഉപയോഗിച്ചിനി ഇങ്ങനെ ഷേപ്പ് എടുക്കുക. പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ പ്രസ് ചെയ്യുക. ഈ ഷേപ്പിൽ ഇതായിട്ടുണ്ട്. ഈ മാവ് ഇതേപോലെ ഇങ്ങ് മാറ്റിയെടുക്കാം. ഇപ്പം 3 ഷേപ്പിലുള്ള ബിസ്ക്കറ്റ് ആയിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റിലൊന്ന് ഷേപ്പ് ചെയ്യാം. ഈ ഷേപ്പ് ചെയ്യുന്നതിന് ഇതുപോലെ ഒരു ഈർക്കിലി എന്തെങ്കിലും വൃത്തിയുള്ളത് എടുക്കണം. എന്നിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പ്രസ് ചെയ്യുക, അടുത്തതിലും പ്രസ് ചെയ്യുക. ഇതുണ്ടോ, ഇങ്ങനെ ഇങ്ങ് പ്രസ് ചെയ്ത് പോരുക. ഇതിങ്ങനെ എല്ലാം കൂടെ വെച്ചല്ലാതെ ഓരോന്ന് എടുത്തിട്ട് വേണമല്ലോ ഇങ്ങനെ പ്രസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പം എല്ലാം ഡിസൈന് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതേപോലെ നല്ല സൂപ്പർ ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ചെയ്യാൻ പോകുന്നത് ഈ ബിസ്ക്കറ്റുകളെല്ലാം നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്യുന്നത് നമ്മൾ സാധാരണ പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇതേപോലൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ബട്ടർ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതങ്ങ് ഇറക്കി വെക്കും. ബട്ടർ പേപ്പർ ഇല്ലായെങ്കിൽ ഈ പ്ലേറ്റിൽ അല്പം ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ ബിസ്ക്കറ്റ് ഇങ്ങനെ എടുത്ത് വെക്കാനായിട്ട്. ഇതിലേക്ക് ഇത് ഓരോന്നും ഇങ്ങനെ അടുക്കി കൊടുക്കുക. ഇതേപോലെ എടുത്ത് വെക്കണം. ഇത്രയും സ്പേസ് ഇട്ട് വേണം നമ്മളിതിങ്ങനെ വെക്കുമ്പോൾ എടുത്ത് വെക്കാനായിട്ട്. ഇത്ര എണ്ണയെ മാക്സിമം ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റുള്ളൂ. ഇതുണ്ടോ, ഇതേപോലെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്യുന്ന പാത്രം ഈ പാത്രമാണേ. നമ്മൾ വീട്ടിലൊക്കെ ചുവട് കെട്ടിയുള്ളൊരു പാത്രം യൂസ് ചെയ്യലേ. ഈ പാത്രത്തിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും.
ഇതിലേക്ക് ഇതേപോലൊരു തട്ടങ്ങ് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഈ പാത്രം അടച്ചു വെച്ച് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട്. നമുക്ക് ഈ പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ. പ്രീ ഹീറ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്. പാത്രം മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരത്തേക്ക് സ്റ്റൗവിലേക്ക് വെക്കുക. അതിൻ്റെ തട്ട് വിട്ടിട്ടുണ്ട്. ഇനി ഇതങ്ങ് അടച്ചു കൊടുക്കുക. 5 മിനിറ്റ് ഇരിക്കട്ടെ. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായി. നമുക്കിനി ഇതിലേക്ക് ഈ ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടി ഇറക്കി വെക്കാം. ഇതേപോലെ ഒരു തട്ടുപാത്രം അകത്ത് കൊടുത്തിട്ട് മാത്രമേ ഇത് ഇറക്കി വെക്കാവുള്ളൂ. കറിപ്പാത്രമോ എന്തെങ്കിലും ഉള്ളത് വെക്കുക. ഇതേപോലെ ഇതങ്ങ് ഇറക്കി വെക്കണം. എന്നിട്ട് അടച്ചു കൊടുക്കുക. ഇനി ഇത് 5 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിലിടും. മൊത്തം 30 മിനിറ്റ് ഇത് ബേക്ക് ആകണം. ഈ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കിടന്നിട്ട് അത് മീഡിയം ഫ്ലെയിമിലേക്ക് ബാക്കി സമയമെല്ലാം കുറച്ച് വെച്ചേക്കണം. 15 മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ തുറന്ന് നോക്കാവുള്ളൂ. എപ്പോഴും തുറക്കരുത്. അങ്ങനെ വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് വെച്ചതിന് ശേഷം ബിസ്ക്കറ്റ് വെച്ച് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റിയായിരുന്നു. അത് കഴിഞ്ഞ് 25 മിനിറ്റ് വീണ്ടും മീഡിയത്തിൽ തന്നെ വെച്ചു. നമുക്കിനി അത് എടുത്തു നോക്കാം. ഇത് കണ്ടോ, ബിസ്ക്കറ്റ് ഇത് റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് തണുക്കാൻ മാറ്റി വെക്കാം. ഇത് കണ്ടോ, ബിസ്ക്കറ്റ് ഇതേപോലെ ആയിരിക്കണം. അതിൻ്റെ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകല് കറക്റ്റ് ആയിരിക്കണം. എല്ലാ ബിസ്ക്കറ്റും ഇതേപോലെ തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതേപോലെ വരണം. എല്ലാം ഒരേപോലെ തന്നെ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിങ്ങനെ ഇരിക്കണം ബിസ്ക്കറ്റ്. ഇത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് ഇത് ഒടിക്കുമ്പോൾ കണ്ടോണം. ഇത് കണ്ടോ, ബിസ്ക്കറ്റ് കറക്റ്റ് ഭാഗത്ത് നമുക്ക് കഴിക്കാൻ ആയിട്ടുണ്ട്. ബിസ്ക്കറ്റ് എല്ലാം തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സഹകരിക്കണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക്